നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 6 ഡേ 5ൻ്റെ നമ്മുടെ യൂഷ്വൽ റിവ്യൂ ആണ് കേട്ടോ. നമുക്കൊന്നും ഓൾറെഡി നമ്മളൊന്ന് നടന്നിട്ടുള്ള പല കാര്യങ്ങളും ചെറിയ ചെറിയ വീഡിയോസായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടിട്ടുള്ള എപ്പിസോഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ വയ്യ. കാരണം വെച്ചാൽ ചില വിഷയങ്ങൾ എപ്പിസോഡിൽ കുറച്ച് ചുരുക്കമായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ചില അഭിപ്രായങ്ങൾ പകലുണ്ടായ കാര്യങ്ങളിലുള്ളത് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അഭിപ്രായം നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ് തന്നെ ഒരു കാര്യം പറയട്ടെ, രേണു സുധി ഇല്ലാത്ത അല്ലേ എന്ത് ബിഗ് ബോസ്, രേണു സുധി ഇല്ലാത്ത എന്ത് ചർച്ച? കാര്യമായിട്ട് ചർച്ച ഒന്നുമില്ല. പക്ഷേ ഒരു ചെറിയ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. നോക്കൂ, രേണു കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നും ബിഗ് ബോസിൽ കൊടുക്കുന്നില്ലെങ്കിലും രേണു എന്തെങ്കിലും ചെറുതായിട്ടൊരു കോണ്ടന്റ്, രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംസാരം, ഒരു ചുണ്ടനക്കൽ, ഒരു വായനക്കൽ, ഒരു ആട്ടം, ചാഞ്ചാട്ടം, എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ തന്നെ ബിഗ് ബോസ് അതിനെ ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് ബൂസ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം എന്താണെന്നറിയോ, ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ ഒരു തത്തമ്മ വിഷയത്തിലുള്ള കരച്ചിലാണ്. സത്യം പറഞ്ഞാൽ വളരെ ചുരുക്കം സിറ്റുവേഷനിലാണ് ഒരാൾ കരയുന്ന കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരും. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയിട്ടോ, ക്ഷമിക്കണം. എന്താണെന്നറിയില്ല, എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ആ തത്തമ്മേനോട് സംസാരിക്കുന്നത്, തത്തമ്മ അടിച്ച് തത്തമ്മ കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആ ടോണൊക്കെ കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയി. അല്ലാണ്ട് രേണുവിനോട് ഹേറ്റ് ഉണ്ടായിട്ടല്ല. പിന്നെ ഋതപ്പനെ കാണാൻ തോന്നുന്നു. അമ്മ ഉണ്ടെങ്കിൽ എനിക്കൊരു കാപ്പി കൊണ്ട് തരുമായിരുന്നു, ഞാൻ ക്രീം ബിസ്ക്കറ്റിൽ മുക്കി തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ പഴയ രേവതീനെയൊക്കെ ഓർമ്മ വന്നു. ഇത് ഞാൻ 2ാം ക്ലാസ്സിൽ ഉപയോഗിച്ച ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ പറഞ്ഞില്ലേ, ആദ്യം മാങ്ങയ്ക്കെറിഞ്ഞ കല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ, അതൊക്കെ പെട്ടെന്ന് ഓർത്ത് പോയി. എന്തായാലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെ നേരെ പിടിച്ചിട്ടത് നമ്മുടെ അനീഷിൻ്റെ മുന്നിലേക്കാണ് ബിഗ് ബോസ്. സീരിയസ്ലി മക്കളെ, അനീഷിൻ്റെ കാര്യം പറയാതെ വയ്യ. സുപ്രഭാതത്തിൽ തുടങ്ങി ചെറ്റയിൽ അവസാനിച്ചു എന്നുള്ള രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ള ഡയലോഗ് പോലെ എങ്ങനെയാണ് ഒരു മനുഷ്യന് രാവിലെ നീച്ച എങ്ങനെ തുടങ്ങാം? ഇങ്ങനെ ഒരു മനുഷ്യൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചൊറിയനായി ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇയാൾ റിയൽ ലൈഫിൽ ഇയാൾ ഇങ്ങനെ ആയിരിക്കുമോ? അയാൾ അങ്ങനെ ആണെങ്കിൽ എന്താ അയാളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ? ഒരു മനുഷ്യന് ഇത്രത്തോളം ചൊറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാക്കി ചൊറിയുക, പറഞ്ഞ തന്നെ വീണ്ടും പറയുക, പുറകെ നടക്കുക ആൾക്കാരുടെ. എന്നിട്ട് അവർ തിരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചങ്ങോട്ട് നടക്കുക. എൻ്റെ ചങ്ങാതി, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ബിഗ് ബോസ് കണ്ടതിൽ ഇങ്ങനെ ഒരു ഐറ്റത്തിനെ കണ്ടിട്ടില്ല. അതിൽ കാണാൻ സാധിച്ചതിൽ നമ്മൾ ധന്യരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അനീഷും രേണുവും തമ്മിലുള്ള അടിയെടുത്തെന്ന് വെച്ചാൽ റെനു എന്നുള്ള വിളി, റെനു മോൾ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രേണു സുധി എന്നുള്ള വർത്താനം, അതിനുശേഷം ആരാണ് ഈ സുധി എന്നുള്ള ചോദ്യം. അതപ്പം തന്നെ ഒരുവിധം എല്ലാവരും ഇടപെട്ടിട്ട് അങ്ങനെ ഇതാക്കി. എന്തുകൊണ്ടോ എന്താണെന്നറിയില്ല എനിക്ക്. കാരണം ഇവിടെ അനീഷ് അതൊരു ആയുധമാക്കുന്ന, അനീഷല്ല, രേണു സുധി അതൊരു ആയുധമാക്കി എടുത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഇന്നിപ്പോൾ സുധിച്ചേട്ടനെ കുറിച്ചുള്ള കുറച്ച് ഡയലോഗുകൾ ഉണ്ടായിരിക്കും ഇവൻ എന്തുകൊണ്ട് ചോദിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത കേസ് റെന ഫാത്തിമ ആൻഡ് ഒനിയൽ. റെന ഫാത്തിമ വളരെ പക്വം എന്നല്ല പറയാം, മച്യൂരിറ്റി, അതിന് അത്ര പ്രായമുള്ളൂ. ഈ ജെൻ സി എന്നൊക്കെ പറയില്ലേ, ഞാൻ അങ്ങനെ ഇതാക്കി പറയല്ല. ഇന്നിപ്പോൾ അനാവശ്യമായിട്ടൊരു സീൻ എന്തിനായിരുന്നു കിച്ചണിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്? ഇവർ വിചാരിക്കുന്നത് ഇപ്പോൾ അതേമാതിരി ഒനിയിൽ കാര്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വന്നിട്ട് അയിന് എന്നൊക്കെ പറഞ്ഞതിനൊരു അത് രസം, അയിന് എന്ന് പറഞ്ഞ രസമാണ്. പക്ഷെ ആ അയിന് എടുത്ത് പറയുന്നതൊക്കെ കാണുന്ന സമയത്ത് എന്തൊക്കെയോ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ അമ്മാവൻ വൈബാക്കി മാറ്റുമായിരിക്കാം. പക്ഷെ എന്നാലും ഇന്നത്തെ റെന ഫാത്തിമയുടെ കിച്ചണിൽ നിന്നുള്ള പ്രകടനം ഈവൻ അവരുടെ ഫാൻസിന് പോലും തോന്നിയിട്ടുണ്ടായിരിക്കും ദാറ്റ് വാസ് ജസ്റ്റ് അൺവാണ്ടഡ്. അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഒനിയിൽ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഹീസ് എ പ്രൊഫഷണൽ ഷെഫാണ് പുള്ളി, ഈ ഒരു ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ജിസേലിൻ്റെ ആലു പറാഠ ആ ഒരു സിറ്റുവേഷനിൽ അതിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനവും ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കിടന്ന് അനാവശ്യമായിട്ട് കച്ചറ കൂടി വാദിച്ച് പിന്നെ സംസാരം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള ആ പോയിരുന്ന കരച്ചിൽ, ആ കരച്ചിലിൻ്റെ ഡയലോഗ് എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഭക്ഷണത്തിന് പോലും കണക്ക് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, എന്തിനാ അതിന് മാത്രമുള്ള ഷോക്ക് ഉണ്ടായത്? എൻ്റെ ഉപ്പ പോലും എനിക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പാനായിട്ടാണ് കളിക്കണം അവിടെ.
ഇവരൊക്കെ എന്താ ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കുന്നറിയില്ല. എന്തായാലും ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോണ കണ്ടു. പിന്നെ കുറേ ആൾക്കാർ ഇരുന്ന് സമാധാനിപ്പിക്കുന്നതും കണ്ട്. എന്തായാലും നമുക്ക് വലിയൊരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത മത്സരാർത്ഥിയായിട്ട് എനിക്ക് എന്തോ പേഴ്സണലി റെന ഫാത്തിമയെ തോന്നുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ നന്നായി കളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി നിൽക്കാം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ജെൻസികളെ പ്രതിനിധീകരിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി മിനിമം കാണിക്കാൻ നോക്കുക. ഇതൊന്ന്. പിന്നെ അടുത്ത വിഷയം വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ആര്യൻ വേഴ്സസ് അനുമോൾ. ഞാൻ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തില്ല കേട്ടോ, സമയം കിട്ടാത്തതുകൊണ്ട്. പിന്നെ ആ വിഷയത്തിൻ്റെ ചൂടറിയത് കൂടി. ഇവൻ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് പറയുന്നത് എനിക്കൊന്ന് സീസൺ 4 ജാസ്മിനാണോ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടുള്ള ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇറ്റ്സ് നോട്ട് അതൊരു നല്ല കാര്യമല്ല. പക്ഷേ ആര്യൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം അനുമോളോട് ചെറിയൊരു ഫ്ലേട്ടിങ് ടൈപ്പ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പറയുന്നുണ്ട്. ഫാൻസിനോടല്ല ചോദ്യം, നോർമൽ പ്രേക്ഷകരോടാണ് ചോദ്യം. അപ്പോൾ അതുപോലെ ഒരു സംഭവം ചെയ്തു കണ്ടു. പക്ഷേ അനുമോളാണെന്നുണ്ടെങ്കിലും കൂടി ഫസ്റ്റ് ടൈം ആരെങ്കിലും ഇതുപോലെ പ്രതികരിക്കുന്ന സമയത്ത് തിരിച്ച് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ ദേ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. ഇവനിതൊന്നൊരു വിഷയമല്ല, ഞാൻ വീണ്ടും ചെയ്യട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം ആൾക്കാർക്ക് വരും. കാരണം അത് സ്വാഭാവികമായിട്ടും ആ ഹൗസിലുള്ള എല്ലാവരും, ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി എല്ലാവരും എടുത്ത് ചോദിക്കുകയും കൂടി ഉണ്ടായി. എന്തുകൊണ്ട് നീ ആദ്യം പറഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ വരേണ്ട സിറ്റുവേഷൻ അനുമോൾക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞു പോയി നോക്കുമ്പോൾ സമയത്ത് ഞാൻ അടുത്തതിൽ പരസ്യം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ തോന്നുന്നുണ്ട് അനുമോൾ സാറ്റ് കളിക്കാന്ന് വിചാരിച്ചു. സത്യം പറയാം, സാറ്റ് കളിക്കുക. നമ്മൾ ഒളിച്ചോളില്ലേ ഇങ്ങനെ ചുമരുമ്പോൾ കണ്ണ് പൊത്തിയിട്ട് അനുമോൾ എണ്ണുന്ന പോലെ എനിക്ക് തോന്നി. അതേപോലെ അവിടെ എനിക്ക് തോന്നുന്നു അക്ബറോ ഒരാൾ ചോദിക്കുകയും ചെയ്തു. ഒരാളുള്ളിൽ ചോദിക്കുന്നുണ്ട് ഇവളെന്താ കണ്ണ് പൊത്തി കളിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ ഇരുന്ന് കരയാണ്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ലൈനിക്കാൻ പോകണം. ആദ്യം ക്യൂട്ട്നെസ് പിടിച്ചു നോക്കി, പിന്നെ കുറേ എതിർത്ത് നോക്കി, ആവശ്യമില്ലാതെ അനീഷിനോട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോക്കി. ഇതൊന്നും നടക്കണില്ല എന്ന് കണ്ട സമയത്ത് പിന്നെ കരച്ചിലിൻ്റെ പരിപാടിക്ക് എനിക്ക് ഈ അനീഷിനെ കാണുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ KT മിറാഷ് ആ ഒരു ക്യാരക്ടറല്ല. പക്ഷെ എന്നാലും എന്തോ ആ ക്ലാസ്സിലുള്ള ഒരു അധ്യാപകൻ, ഒരു നല്ലോണം പഠിപ്പിസ്റ്റായിട്ടുള്ളൊരു പഠിപ്പിക്കുട്ടിയോ അങ്ങനത്തെ ഒക്കെ എനിക്ക് അനീഷിനെ തോന്നും. പക്ഷേ അൾട്ടിമേറ്റ്ലി ചങ്ങായി ഒരു ചൊറിയറാണ്. പിന്നെ വരുന്നത് നമ്മുടെ ജയിൽ നോമിനേഷനാണ്. അവിടെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള RJ ബിൻസി വേഴ്സസ് നെവിൻ നടന്നിട്ടുള്ളത്. ഞാനിതിൽ ഈ ബിഗ് ബോസ് ഹൗസ് ആകുമ്പോൾ പല ആൾക്കാരും പല ഡിസിപ്ലിൻസിൽ നിന്ന് വന്നവരായിരിക്കും, പല ജീവിത സാഹചര്യങ്ങളിൽ ഉള്ളവരായിരിക്കും, പല സംസ്കാരങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു, ആരൊക്കെ അടിക്കുന്നു, ആരൊക്കെ തിരിച്ചടിക്കുന്നു, കൊള്ളുന്നു, പ്രതിരോധിക്കുന്നു, വീഴുന്നു, വീണെടുത്ത് വീണ്ടും നീറ്റടിക്കുന്നു എന്നുള്ള നോക്കുന്ന ഒരു ഷോ മാത്രമാണ് ബിഗ് ബോസ്. അത് ആൾക്കാർ ഏത് ലെവലിൽ എന്ത് രീതിയിൽ വേണമെങ്കിൽ പെരുമാറും. അവിടെ ഒരു എടിബോഡിക്കും സ്ഥാനമില്ല, അതിനൊരു വലിയ ഇതില്ല. പിന്നെ മാത്രമല്ല, കാരണം വെച്ചാൽ നീ എന്നെ എടിബോഡി വിളിക്കരുത് അൺടിൽ ആൻഡ് അൺലെസ് ബിഗ് ബോസ് ഇടപെടുന്നവരെ ഇനി യാതൊരു സംഭവമില്ല. പിന്നെ അതിന് ശേഷം തിരിച്ച് ബിൻസിയുടെ വർത്താനായിട്ടുള്ള നിൻ്റെ അമ്മയെ പെങ്ങള് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്കെന്തോ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി എന്തൊക്കെ പരിപാടി നടക്കുന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതിലൊരു സംഭവം അതിലിടയ്ക്ക് നടന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഈ അടി നടക്കുമ്പോൾ RJ ബിൻസി നല്ല വാക്ചാതുര്യമുള്ള കുട്ടിയാണ്, ശരിയാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷെ ഇത്ര അധികം അസഹിഷ്ണുത ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ജയിലിലേക്ക് വിട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് നെവിൻ്റെതായ ശൈലിയിൽ അടിച്ചൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് RJ ബിൻസിയുടെ ആ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എത്ര പേര് കണ്ടു തരില്ല. അതിൽ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. റോക്കി ബായ് ഈ രീതിയിലുള്ള മുൻചൂണ്ടിയും കൊണ്ട് RJ ബിൻസി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം റോക്കിൻ്റെ ഫീമെയിൽ രൂപമായിട്ടുള്ള റോക്കിണിയായിട്ട് വിലസേണ്ടി വരും. RJ റോക്കിണിയോ RJ ബിൻസിയോ RJ റോക്കിണിയോ. പിന്നെന്താ വെച്ചാൽ കൂട്ടത്തിൽ നമ്മുടെ ഷാനവാസ് നല്ല അടിച്ചു പൊളിയായിട്ട് ഇരുന്ന് മൂപ്പിക്കുന്നുണ്ട്. കാരണം ഷാനവാസ് ഇരുന്ന് മൂപ്പിച്ചുകൊണ്ടിരിക്കുക. എവിടെ പോയി എഴുതി വെച്ചൊക്കെ മിസ്സായിപ്പോയി. പോട്ടെ. അപ്പോൾ ഷാനവാസ് നല്ല രീതിയിൽ വെട്ടയ്ക്ക് കയറി മൂപ്പിച്ചു. ഷാനവാസ് ഒന്ന് രണ്ട് ഡയലോഗുകൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മൂപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. പിന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റനായിട്ട് ഷാനവാസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് ഷാനവാസാണ് ക്യാപ്റ്റൻ. എന്താണ് ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസി എന്നുള്ളത് നോക്കാം. പിന്നെ മെയിനായിട്ടുള്ള ഇഷ്യൂ കാര്യമായിട്ടുള്ളത് ജയിൽ നോമിനേഷനാണ്. അപ്പാണി ശരത്തിനെ മറ്റവൻ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്തു. അവൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗുണ്ട്, ഞാൻ എവിടെയോ അതന്നെ ജയിൽ നോമിനേഷനുള്ള ജയിലിൽ പോയി കിടക്കട്ടെ അവൻ എന്നുള്ള തൃശ്ശൂർ സ്ലാങ്ങിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പറഞ്ഞ സംഗതി. അങ്ങനെ അപ്പാനീനെ പിടിച്ച് ജയിലിലിട്ടു. ചപ്പാത്തിയും കൊടുത്തിട്ടുണ്ട്. 150 ചപ്പാത്തി. എത്ര ചപ്പാത്തി? ത്രികോണം ചതുരം ആകൃതിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ചപ്പാത്തി പരിപാടിയും കാര്യങ്ങളും ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് എനിക്കൊന്നും പുലർച്ചെ ഏകദേശം 3:50 4 മണി ആ സമയത്താണ് ഇവർ കിടക്കാൻ നോക്കുന്ന സമയത്ത് വീണ്ടും ഇവൻ രണ്ടാമത്തെ നിയമാവലി വായിച്ചിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ചപ്പാത്തി അപ്പാനിക്കും അനുമോൾക്കും കൊടുക്കുന്ന സിറ്റുവേഷൻ കണ്ടു. അതിനിടയ്ക്ക് ഇവർ കുറേ ഡ്രാമയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടു. അതൊക്കെ പിന്നെ ആ ഒരു ഫൺ രീതിയിൽ പോയി. എന്തായാലും
ഇനി BB+ൻ്റെ ഒരു എപ്പിസോഡും കൂടി വരാനുണ്ട്. അത് കണ്ടതിന് ശേഷം റിവ്യൂ ഇല്ല, ഇനിയിപ്പോൾ അതിന് റിവ്യൂ ചെയ്യാൻ വയ്യ, ഒരുപാട് ലേറ്റായി പോയി. ബാക്കി നാളെ ഇപ്പം എന്താ വെച്ചാൽ സാറ്റർഡേ ഡ്രൈ ഡേ ആണല്ലോ, കാര്യമായിട്ടുള്ള കോണ്ടൻ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, ബിഗ് ബോസ് ഇപ്രാവശ്യം സീസൺ എന്തോ എനിക്ക് പേഴ്സണലി അതാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. കോണ്ടൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷേ എന്തോ അങ്ങോട്ട് ഗ്രിപ്പ് പിടിക്കുന്ന രീതിയിലുള്ള കുറച്ചൊരു സാധനം എപ്പോഴും എനിക്കൊന്നും അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊരു ദമ്മില്ലേ, ഒരു നല്ലൊരു വൈൽഡ് കാർഡ് വരണം അതൊന്നും തോന്നിപ്പോവും കേട്ടോ. ഈ ആഴ്ച ഉണ്ടാവുമെന്ന് എന്താ സ്ഥിതി, അതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഒരു ദമ്മില്ല. ഷാനവാസിൻ്റെ സൗണ്ട് പോയി. പക്ഷെ ഷാനവാസ് ആണെങ്കിലും അങ്ങനെ അടിച്ച് കത്തിക്കയറി മുന്നോട്ട് വരും. ഷാന മൈൻഡ് ഗെയിമറാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല നമുക്ക്. കാരണം കഴിഞ്ഞൊക്കെ മുന്നത്തെ സീസണുകളിലൊക്കെ വലിയ മൈൻഡ് ഗെയിമേഴ്സിനെ കണ്ട് നമ്മൾ കണ്ടത്, അവസാനം അവരൊന്നും ആവാണ്ട് പോയി. അപ്പോൾ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ ഒരു ദിവസം കത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കത്തിക്കയറിയിട്ട് ഇന്നിപ്പോൾ RJ ബെൻസിന് നെവിൻ്റെത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായി. രസം എന്ന് പറഞ്ഞാൽ അതൊരു കോണ്ടൻറ്റാണ് സംഭവം. പക്ഷേ എന്താ വെച്ചാൽ അതിൽ ഈ പറഞ്ഞ പോയിട്ടുള്ള വീട്ടിലെ ആൾക്കാരെ പറഞ്ഞിട്ട് അത് ചളായി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ആർഗ്യൂ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാര്യപ്പെട്ട ചർച്ചയിൽ ചെന്ന് ആർഗ്യൂ ചെയ്യാൻ പറ്റുള്ള സിറ്റുവേഷൻ ഒന്നും അതിൽ കണ്ടില്ല. എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഈ ഒരു സീസൺ കേട്ടോ. പക്ഷെ എന്താണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും 6-നേക്കാളും ഭേദമാണ്. ഇനി 7 പണി ഉണ്ടെങ്കിൽ പോലും ആരൊക്കെ ഉണ്ടെങ്കിലും 6 ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്നുള്ള മലയാള ചരിത്രത്തിൽ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഏറ്റവും വേഴ്സ്റ്റ് സീസൺ ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 6-നേക്കാളും എത്രയോ മെച്ചാണ് 7. അത് പറയാതിരിക്കാനും വയ്യ. അപ്പോൾ നമുക്ക് ആ ഒരു ആശ്വാസത്തിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം എന്നുള്ള കണ്ടീഷനിൽ തൽക്കാലം നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പറയാമെന്നില്ല. ഓൾറെഡി ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ചെയ്തിട്ട കാര്യം കൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുന്നു. നാളെ വീണ്ടും നമ്മൾ പകൽ ഒരുപാട് വിഷയങ്ങൾ, ഇനി ഔട്ട് ഓഫ് ബിഗ് ബോസ് നാളെ കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട് കേട്ടോ. നാളെ ഞാൻ കുറച്ച് യാത്രയിലാണ്, നാളെ സ്ഥലത്തില്ല, 1-2 പരിപാടികളുണ്ട്. കോഴിക്കോടൊക്കെ ഒന്ന് പോകണം. യെസ്, കാലിക്കറ്റ്. നാളെ പോകുന്നത് ഹൈലൈറ്റ് മോളിലൊന്ന് പോകണം. അപ്പോൾ നാളെ ഹൈലൈറ്റ് മോളിലുണ്ടാവും, കുറച്ച് പരിപാടികളുണ്ട് അവിടെ, ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യണം നാളെ സാറ്റർഡേ അല്ല, അവരൊക്കെ റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ എന്തെന്നാലും നാളെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെ ആയിരിക്കും, കാരണം നമുക്കിത് വിടാതെ വയ്യല്ലോ. അപ്പോൾ നാളെ ഔട്ട് ഓഫ് ബിഗ് ബോസ് ആയിട്ടുള്ള കുറച്ച് കോണ്ടൻറ്റ് നമുക്ക് സംസാരിക്കാനുണ്ട്. ചിലപ്പോൾ രേണുസുധി ആയിരിക്കാം വിഷയം, വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാനത് പറയാം. എന്നിപ്പോൾ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമായിരുന്നു. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് റിക്വസ്റ്റാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേതൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ. കാരണം ചില ബിഗ് സപ്പോർട്ടാണ്. വീഡിയോ റെക്കമെൻഡേഷനിൽ പോകും, ചാനലിനും നല്ലതാണ് ലൈക്ക് ചെയ്ത് കണ്ടാൽ. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുമോ ദയവേതിട്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് എപ്പോഴും നമ്പേഴ്സ് ആർ ഓൾവേസ് ഗുഡ് അല്ലേ. ഇങ്ങനെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്ന സമയത്ത് കാണാൻ ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ് പറയുന്നത് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുക, അല്ല അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.